ഹേ ഗായ്സ്, ഇന്ന് ഊട്ടിയിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് നല്ല തണുപ്പായപ്പോ എല്ലാവരും റൂമിൽ വന്ന് നല്ല പൊതച്ചു മൂടി കിടന്നുറങ്ങിട്ടോ. ആൻഡ് രാവിലെ ഞാനൊരു ചൂട് കട്ടൻ ചായ ഒക്കെ ഇട്ട് പുറത്തിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചുറ്റുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇങ്ങനെ നോക്കി ചായ കുടിക്കാൻ നല്ല രസമായിരുന്നു. സോ ആ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മുകളിലോട്ട് പോകണം. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചേച്ചി നല്ലപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ എനിക്കും രാവിലെയൊക്കെ എണീച്ച് എക്സസൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു മൂഡ് എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് പോയി നോക്കാം. ഇവിടെ ആക്ച്വലി ഒരു ബുഫേ സെറ്റപ്പാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നമുക്ക് എടുത്ത് കഴിക്കാം. ഇതായിരുന്നു ഞാനെടുത്ത ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഒരു 10-11 മണി ആയപ്പോഴേക്കും തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വെയിൽ ചെറുതായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാം. ഇഡ്ലിയും സേമിയും മാത്രമൊന്നല്ല, ചൂടോടുകൂടി ദോശ വേണ്ടവർക്ക് അപ്പം തന്നെ ഒരു ദോശയൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഫുഡ്സ് ആയിട്ടുള്ള ബ്രെഡ്, ജാം, ബട്ടർ, പൊട്ടാറ്റോ ഫ്രൈ, ചോക്കോ ചിപ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കഴിക്കുന്നു വന്നു കാന്താരസം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേലെന്ന് പുറത്തേക്കുള്ള വ്യൂ കാണാനായിട്ട് നല്ല രസമാണ്. ഇനി നമുക്ക് കറക്റ്റ് 11:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകണം. ഫുഡ് കഴിച്ച് തിരിച്ചു പോകുന്ന വഴിക്കും ഈ ചേച്ചി എക്സസൈസ് ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും നല്ല കട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഊട്ടിയിൽ തന്നെ വേറൊരു സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. ഈ ഊട്ടിയിൽ തന്നെയാണ് അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തണുപ്പുണ്ടാവും എന്നുള്ളൊരു കൺസിഡറേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല കട്ടിയുള്ളൊരു ടീഷർട്ട് തന്നെയാണ് ഇടാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഡേ 1 സ്പെഷ്യൽ ആക്കിയിട്ടുള്ള ഊട്ടിയിലെ ഈ ബെസ്റ്റ് റിസോർട്ടിന് എനിക്കൊരു ബിഗ് താങ്ക്സ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഊട്ടിയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യണ്ടേ. അങ്ങനെ ഊട്ടിയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫ്രഷ് ആയിട്ടുള്ള ഈ ക്യാരറ്റ്സ്. എല്ലാവരും ക്യാരറ്റ് തിന്നണ എൻ്റെ തിരക്കിലാണ്. ഇനി ഊട്ടിയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ്. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നല്ല ചോളം ഊട്ടിയിലെ സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു. അവിടെ നിന്ന് നമ്മൾ ചോളവും നല്ല പച്ച മാങ്ങയും ഒക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഇത് നമ്മുടെ സാധാ ചോളല്ല, നമ്മുടെ സ്വീറ്റ് കോണില്ലേ, മധുരമുള്ള ചോളം, അതാണ് ഈ ഊട്ടിയിലുള്ള ഈ ചോളം. അതിൽ കുറച്ച് മസാലയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഡാം കണ്ടു. പക്ഷെ ഡാമിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡാമിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതിനിടയ്ക്ക് നമ്മളൊരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് നട്ട്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം കൂടി വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ ഊട്ടി ബർഫി. ഊട്ടിയിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ബർഫിയാണിത്. അങ്ങനെ പോയി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മസിനഗുഡി എന്ന് പറയുന്ന പ്ലേസിലാണ്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്തിനാണ് മസിനഗുഡി വഴി ഊട്ടിയിലോട്ട് പോകണമെന്ന് എല്ലാവരും പറയണേന്ന്. ഈ വഴിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ അനിമൽസ് ഇൻക്ലൂഡിങ് മാന്, കാട്ടാന, സിംഹക്കുരങ്ങ്, അങ്ങനത്തെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള അനിമൽസ് കുറേ കണ്ടു ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു, ഏതെങ്കിലുമൊക്കെ അനിമൽസിനെ ഇനി കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മൾക്ക് ഒരു കിടിലനായിട്ടുള്ളൊരു സ്പോട്ട് കാണാനുണ്ട്. ആ സ്പോട്ടിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ട്രക്കിംഗ് ചെയ്തിട്ട് പോകണം. ട്രക്കിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ആ എക്സൈറ്റ്മെന്റ് പോലെ തന്നെ ഈ ട്രക്കിംഗ് ആക്ടിവിറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു.
വഴിക്ക് കുറേ സിംഹവാലൻ കുരങ്ങുകളെ കണ്ടു. ഇവരെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. ബോഡിയൊക്കെ വെളുത്ത നിറവും മുഖം മാത്രം കറുത്ത നിറമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇവർ കാണിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മളൊരു പോയിന്റിൽ ഇറക്കി. ഈ ഒരു സ്പോട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു അടിപൊളി സ്പോട്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഭയങ്കര കാറ്റും നല്ല തണുത്ത ക്ലൈമറ്റും നല്ല നല്ല മലകളും, ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ട്രക്കിംഗ് ആക്ടിവിറ്റി ചൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു സ്പോട്ട് കാണാൻ പറ്റുക. ഊട്ടിയിൽ 2-3 വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിൽ ഇന്നേ വരെ ഞങ്ങൾ ആരും പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലർക്കും ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് അറിയായിരിക്കില്ല. സോ ഊട്ടിയിൽ പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ട്രക്കിംഗ് ആക്ടിവിറ്റി ചൂസ് ചെയ്യണം. ആ ട്രക്കിംഗ് ആക്ടിവിറ്റി വഴിയാണ് നിങ്ങൾക്ക് ഈ സ്പോട്ട് കാണാനായിട്ട് പറ്റുക. ഈ ഒരു സ്പോട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവരൊരു 15 മിനിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ട്രക്കിംഗ് ചെയ്ത് നമ്മൾ വേറൊരു സ്പോട്ടിലോട്ടും കൂടി അവർ കൊണ്ടുപോകും. സോ കുറച്ചു നേരം ഞാൻ ഈ മലയും കാറ്റും ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ട്രക്കിംഗ് ചെയ്ത് വേറൊരു സ്പോട്ടിലോട്ട് പോകാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കുടുകുടു എന്ന് ചാടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസിനഗുഡി ടൈഗർ റിസർവ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. പോകുന്ന വഴിയിലെ 2 സൈഡും ഒരു കാട് പോലെയാണ്. ഇവിടെ വൈൽഡ് ലൈഫ് അഡ്വഞ്ചർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ട്രക്കിംഗ് അല്ലാണ്ട് നേരെ നടന്ന് മല കയറി പോകുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അടിപൊളി, നല്ലൊരു മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. നമ്മളൊരു ടൈഗറിനെ കാണുന്ന എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോയത്, പക്ഷെ നമുക്ക് ടൈഗറെ കാണാൻ പറ്റിയില്ല. ഡ്രൈവർ ചേട്ടനും നമ്മളോട് പറഞ്ഞത് രാവിലെ ഒരു പുലിനെ കണ്ടിരുന്നു, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ പുലിനെ കാണാനായിട്ട് പറ്റും, നിങ്ങൾ സൂക്ഷിച്ച് പുറത്ത് നോക്കിയിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ എത്ര നോക്കിയിട്ട് ഞങ്ങൾക്ക് പുലിനെ കാണാൻ പറ്റിയില്ല ഗൈസ്. നിങ്ങൾ കണ്ട പുലിനെ എവിടുന്ന്? അയ്യോ മതി അഭിനയം കുറച്ചും അടിപൊളിയായിരുന്നു. ട്രക്കിങ്ങും വ്യൂ പോയിന്റ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ബാംബു ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു ഉച്ചയ്ക്ക് പുലി കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചിലപ്പോൾ കാണാൻ ചാൻസുണ്ട്. ഞങ്ങൾ കുറേ നോക്കി, പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് പുലിനൊന്നും കണ്ടിട്ടില്ല. പക്ഷേ വ്യൂവും അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ട ഇതിനൊക്കെ ശേഷം ഒരു ഇളനീരൊക്കെ കുടിച്ച് തിരിച്ച് നമ്മൾ സെയിം റൂട്ടിലൂടെയാണ് കേട്ടോ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ വളരെ കുറച്ച് സ്പോട്ടുകൾ മാത്രം ഞങ്ങൾ കണ്ടിരുന്നുവെങ്കിലും അത് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള സ്പോട്ടുകളായിരുന്നു. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തന്നൊരു സ്പോട്ടായിരുന്നു. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.